സ്വാമിയെ ശരണമയ്യപ്പ. നമ്മളിപ്പോൾ ഉള്ളത് കാളകെട്ടി ശിവപാർവതി ക്ഷേത്രത്തിലാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി. ഇന്നലെ 1-ാം തീയതി വൃശ്ചികം 1-നാണ് ഞങ്ങൾ കെട്ട് നിറച്ചിറങ്ങിയത്. രാത്രി ഏകദേശം ഒരു 12 മണിയായപ്പോൾ എത്തി. ഇവിടെ വിരിവെച്ച് കിടന്നുറങ്ങി. ഇനി ഇതാണ് അഴുതാ നദി. ഇവിടുന്ന് മുങ്ങിയാണ് നമ്മൾ കല്ലെടുത്ത് കല്ലിടാങ്കുന്നിൽ കൊണ്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പതുക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കാനനപാത തുടങ്ങുന്നത് ഈ അഴുതാ നദിയുടെ തീരത്ത് നിന്ന്. ഇതിലെ കൂടെ നടന്നാണ് നേരെ പമ്പയിലേക്ക് നമ്മൾ എത്തുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 7:30 കഴിഞ്ഞു. ചെറിയൊരു തണുപ്പുണ്ട്. നല്ല സുഖമുള്ള യാത്രയാണ്. കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ വായു, ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത ഓക്സിജൻ നമുക്കിവിടെ കിട്ടും. കാരണം ഇതിൻ്റെ അടുത്തെങ്ങും റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ പുകയോ വേറെ ശല്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു വർഷമായിട്ട് അടഞ്ഞു കിടക്കുന്ന കാടാണത്. ഈ സീസണിൽ മാത്രമേ ഇത് തുറക്കുള്ളൂ. വൃശ്ചികം 1-ാം തീയതി മാത്രമേ തുറക്കുള്ളൂ. അപ്പോൾ തുറന്നിട്ട് ആദ്യം പോകുന്ന ഗ്രൂപ്പിലെ ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ പാത നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. ആനകൾ ഒരുപാടുള്ള കാടാണ്. അപ്പം ഈ പകൽ അയ്യപ്പന്മാർ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അവരധികം ശല്യത്തിനങ്ങനെ വരാറില്ല. എന്നാലും മൊത്തത്തിലൊക്കെ കാണും. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ പച്ചയായിട്ടുള്ള ആനപ്പിണ്ടം, അതായത് ഇട്ടിട്ട് പോയിട്ട് മണിക്കൂറുകളേ ആയിട്ടുള്ളൂ. നല്ല ഫ്രഷ് ആനപ്പിണ്ടം ഇങ്ങനെ വഴി കാണാം. ഇനി അങ്ങോട്ടുള്ള വഴി മുഴുവൻ ഇങ്ങനെ കാണാം. ഇന്നലെ അറമാച്ചിട്ടുണ്ട് ഇതിൽ. ഇന്നിപ്പം ഞങ്ങൾ കയറുമ്പോൾ നല്ല കാലാവസ്ഥയാണ്. മഴ പെയ്താൽ ഈ വഴിക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെള്ളം കുത്തിയൊലിച്ച് വരും. അപ്പോൾ നടപ്പ് ഒക്കെ ബുദ്ധിമുട്ടാണ്. ഈ വേരുകളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ കാരണം തന്നെ ഈ വെള്ളം ഒലിച്ച് കയറുന്നതുകൊണ്ടാണ് വേരുകളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. പക്ഷെ നല്ല നല്ല കാലാവസ്ഥ. നമ്മൾ യാത്ര തുടങ്ങിയ കാളകെട്ടിൽ നിന്നും സന്നിധാനം വരെ ഏകദേശം 50 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. ഇത്രയും ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്ത് 2 ദിവസം ആക്കി യാത്ര ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് പുതുച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ഇന്ന് തങ്ങിയിട്ട് നാളെ രാവിലെ ഇതേ സമയത്ത് തന്നെ യാത്ര തുടരാം എന്ന് വിചാരിക്കുന്നു. ഫെൻസിങ് കുളിർമ തണുത്ത കാറ്റ്.
സിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ. അങ്ങോട്ട് കൂടെ കണ്ടോ? ഓ, അതുപോലെ സ്ഥലത്താണ് നമ്മൾ ഈ മറ്റേ ഇവിടം അലസ്യാവിടും അല്ല ഈ ഇവിടം നമ്മുടെ പുതുശ്ശേരി. നമ്മുടെ വഴിയിലെ ആദ്യത്തെ കടയാണ് കാണുന്നത്. വെള്ളം മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ചേട്ടൻ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ബാക്കി ഭക്ഷണങ്ങളും ഒക്കെ കൊടുക്കുന്ന രീതിയിൽ ആയിരിക്കും കടകളൊക്കെ വരുന്നത്. അപ്പോൾ ചേട്ടൻ ഇവിടെ തൽക്കാലം വെള്ളം മാത്രമാണ് കൊടുക്കുന്നത്, നാരങ്ങ വെള്ളം. അവിടെ എടുത്തോ കേട്ടോ, ചുറ്റി വിടും ഞങ്ങൾ. അപ്പോൾ നമ്മൾ വീണ്ടും നടപ്പ് തുടരുകയാണ്. ശരിക്കും ഈ നടപ്പ് നമ്മൾ നമ്മുടെ നാട്ടിലെ റോഡിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. പക്ഷെ ഇവിടെ അങ്ങനൊരു ക്ഷീണം എന്ന് പറഞ്ഞത് അനുഭവപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നു നല്ല ഓക്സിജൻ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്ഷീണം തോന്നാത്തത്. ഒരു വളരെ കൂളായിട്ടുള്ള നടപ്പ്. ഞങ്ങൾക്ക് തൊട്ട് മുന്നേ വന്ന സ്വാമിമാരാണ്, അവരിവിടെ അറസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. ഈ ഭാഗവും കടകളൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്, അതാണിങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത്. സീസൺ ഒരു പകുതിയാകുമ്പോഴത്തേക്കും ഇവിടെയും കടകളൊക്കെ ധാരാളം വരും. ഒരു കാര്യം കാണിക്കാം, ഇത് കണ്ടോ, ആ മരത്തിന് മുകളിൽ ഇരിക്കുന്നത് ഈ കടകളുടെ സാധനങ്ങളാണ്. അവരുടെ പാത്രങ്ങൾ, പിന്നെ ഈ കട വെക്കാനുള്ള ഷീറ്റുകളൊക്കെയാണ്. ഇത് താഴെ വെച്ചിട്ട് പോയാൽ ഈ പറയുന്ന ആനകളും മറ്റു മൃഗങ്ങളൊക്കെ വന്ന് അത് നശിപ്പിക്കും. അപ്പോൾ അവർ ആ സീസൺ കഴിയുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കെട്ടിയിട്ട് മരത്തിന് മുകളിൽ വലിച്ചു കയറ്റും, അല്ലെങ്കിൽ ഏറുമാടം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സൂക്ഷിക്കുകയാണ് പതിവ്. അത് കഴിഞ്ഞിട്ട് സീസൺ തുടങ്ങുമ്പോഴത്തേക്കും അവർ വന്ന് ഇതെടുത്ത് കടകൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മളങ്ങനെ കല്ലിടാങ്കുന്നിലെത്തിയിരിക്കുകയാണ്. കല്ലിടാങ്കുന്ന് താവളം, ഇതൊരു ഹാൾട്ടിംഗ് സ്റ്റേഷനാണ്. ഇവിടുന്ന് പമ്പയ്ക്ക് 16.25 കിലോമീറ്ററാണ് പമ്പയ്ക്കുള്ളത്. അപ്പോൾ ഇവിടെയും ആൾക്കാരൊക്കെ വിരി വെക്കുന്നുണ്ട്. ഇതാണ് കല്ലിടാങ്കുന്നിലെ കല്ല് നിക്ഷേപിക്കുന്ന സ്ഥലം. നമ്മൾ ആ എഴുതാതിൽ നിന്നെടുത്ത കല്ല് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ യാത്ര തുടരുന്നത്. അങ്ങനെ കല്ലിടാങ്കുന്നിലും കല്ല് നിക്ഷേപിച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇതൊരു വലിയൊരു മരമായിരുന്നു. ഈ പാതയ്ക്ക് കുറുകെ കിടന്നാണ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഫോറസ്റ്റുകാർ വന്നത് നടക്കുന്നതിന് എളുപ്പത്തിന് അത് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും അവർ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. വീട് നടക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റുകയും തടസ്സം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ മാറ്റിയിട്ടിട്ടുണ്ട്.
ഈ കാനന യാത്രയിൽ നമ്മളുടെ ഏറ്റവും വേണ്ടൊരു കാര്യം എനിക്ക് മനസ്സിലായത് നമ്മളുടെ ശാരീരിക ആരോഗ്യത്തെക്കാട്ടിൽ കൂടുതൽ മനസ്സിൻ്റെ ആരോഗ്യമാണ്. പ്രായമുള്ള സ്വാമിമാരൊക്കെ ഇതിൽ നടന്നു പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞത് ഈ സീസൺ തുടങ്ങുന്ന സമയമായതുകൊണ്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാരണം ഫോണിന് റേഞ്ചില്ല, 2 വാഹനങ്ങൾ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട്. വാഹനം എത്തുന്ന കാളകെട്ടി കയറി എത്തുള്ളൂ, അല്ലെങ്കിൽ പമ്പ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഫോറസ്റ്റുകാരുടെ വാഹനം പോലും വരാനുള്ള വഴിയില്ല. ഒന്നാമത് 2 ഇത് നടപ്പാതയാണ്, വാഹനങ്ങൾ കയറുന്ന കാടല്ലിത്. ഏകദേശം ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട് സമയം. നല്ല വെയിൽ. ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് മരങ്ങളൊക്കെ കുറഞ്ഞ സ്ഥലമാണ്. കണ്ടോ, ഈ സമയമാരൊക്കെ ഇന്നിവിടെ തങ്ങുന്ന ആൾക്കാരാണ്. അവർ ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ കാട്ടിലൂടെയുള്ള യാത്ര ഒരു ഭക്തിപരമായ യാത്ര മാത്രമല്ല, നമ്മൾ പ്രകൃതിയെ അടുത്തറിഞ്ഞാണ് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രകൃതി നമുക്ക് വേണ്ടി എത്ര സുന്ദരമായ, എത്ര സൗന്ദര്യമുള്ള കാര്യങ്ങളാണ് പ്രകൃതി നമ്മളൊന്നും അങ്ങോട്ട് കൊടുക്കാതെ നമുക്കിങ്ങോട്ട് തന്നിരിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന കാടുകൾ കൂടി യാത്ര ചെയ്യണം. അതൊരു പ്രത്യേക സുഖമാണ്. അതിപ്പോൾ പൂക്കളാണെങ്കിലും ശരി, വിവിധ തരം പക്ഷികൾ, മറ്റ് മൃഗാദികൾ എല്ലാം നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് നമ്മൾ ഇത് ഓരോ കാര്യങ്ങളും കാണുന്നത്. ഇത് ഇന്നലെ ആന ഇറങ്ങിയ സ്ഥലമാണ്. ആനപ്പിണ്ടങ്ങളൊക്കെ ഒരുപാട് കാണാം. ഇവിടൊക്കെ വന്ന് ഇന്നലെ അറമാദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇറങ്ങി വന്നിരിക്കുന്നു ഉണ്ടോ? വന്നവരെ അന്ന് ഇതിൽ ഇറങ്ങിപ്പോയി കേട്ടോ. ഇതിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഫാമിലി ആയിട്ടായിരുന്നല്ലോ. അതെ അതെ അതെ, ഇവിടെ ഒന്ന് തകർത്തിട്ടുണ്ട്.
പൈപ്പാണോ? പൈപ്പ് ഇട്ടിരിക്കുക. അങ്ങോട്ട് ഇടുക, നമുക്ക് ആവട്ടല്ലേ. അയ്യോ നട്ടാണ്. പുളിശ്ശേരിയിലെ വെള്ളത്തിനകത്ത് കരയാൻ കുളിക്കുന്ന ഓർക്കുമ്പോൾ വിശക്കും അങ്ങോട്ട്. ആനകൾ കുടിക്കാം കേട്ടോ. ആനകള് ഒരു കഥ പറയാം. അടുത്ത് മുക്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തി. ഇന്ന് പമ്പ 4 കിലോമീറ്ററാണ്. ഇതാണ് എൻ്റെ കൂടെയുള്ള ബാക്കി കൂട്ടുകാരന്മാരായിട്ടുള്ള സ്വാമിമാർക്കെല്ലാം ചെറിയൊരു വിശപ്പുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ടിരുന്ന ഈ ഹോട്ടലൊന്ന് വരുന്നവർ നോക്കി വെച്ചോളൂ. മണികണ്ഠ വിലാസം, ഹോട്ടൽ മണികണ്ഠ വിലാസം. നല്ല ഭക്ഷണമായിരുന്നു ഇവിടുത്തെ. അവരുടെ സഹകരണവും അതുപോലെ തന്നെ നല്ല സാധാരണ കച്ചവടക്കാരെ പോലെയല്ല, ഒരു ഫാമിലിയിലേക്ക് നമ്മൾ ചെല്ലുന്നവരാണ് നമ്മളവർ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. നമുക്ക് അടുത്ത സ്ഥലം എത്തേണ്ടത് പുതുശ്ശേരിയാണ്. പുതുശ്ശേരി ഇവിടുന്ന് 8 കിലോമീറ്ററാണ് നടക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഹോൾട്ടിങ് പുതുശ്ശേരിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പുതുശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമലയുടെ അടിവാരമായിട്ട് വരും. നമുക്ക് കയറാനുള്ളത് അടുത്ത മല എന്ന് പറഞ്ഞ കരിമലയാണ്. പുതുശ്ശേരി ശരിക്കും കാടിൻ്റെ ഒത്ത നടുവിലാണ്. ചുറ്റും മലകളാണ്. അതുപോലെ തന്നെ മൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലുള്ള ഒരു ഏരിയ കൂടിയാണത്. അതെല്ലാം വിവരിക്കുന്നുണ്ട്. ശരിയാ. ഈ നടപ്പ് വളരെ രസകരമായിട്ടുള്ളൊരു നടപ്പാണ്. പ്രകൃതി ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് എത്ര കണ്ടാലും അങ്ങോട്ട് മതി വരുന്നില്ല. നമ്മുടെ ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. എന്താണ് അടുത്തതെന്നുള്ളത്. കാടിനെയും അതുപോലെ തന്നെ ഈ പ്രകൃതിയെയും ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണ് ഈ കാളകെട്ടി മുതൽ പമ്പ വരെയുള്ള കാനനപാത. നല്ല വെള്ളം അല്ലേ? ഒരു വെള്ളമാണ് നിർത്തുക. മീനുണ്ട് ഇത്. മോനെ ഇവിടേക്ക് ഇറങ്ങിയിട്ട് പോകും. കുറച്ച് മുമ്പ് ഞങ്ങൾ മൃഗങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. തൊട്ട് മുമ്പിൽ ഇപ്പോൾ കാണുന്ന നമ്മുടെ കിങ് കോബ്ര രാജവെമ്പാലയാണ് ഞങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്. അതും നമ്മൾ നടന്നു വരുന്ന വഴി തന്നെയായിരുന്നു. അപ്പോൾ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവിടെ പാമ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മാറി നിന്നാണ്. എന്താ ഇപ്പോൾ ഇവർ പറയുന്നത് പുള്ളി എന്തോ ഇരയെടുത്തിട്ട് കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഓടിച്ചിട്ട് പോകാത്തത്. അവരതിനെ കമ്പൗണ്ടൊക്കെ അനക്കി ഓടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആശാൻ അവിടുന്ന് പോകാനായിട്ട് ഒട്ടും മനസ്സ് കാണിക്കുന്നില്ല.
ഇപ്പോൾ പുള്ളി പതുക്കെ അങ്ങോട്ട് എഴഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, ഫുള്ള് ഞാൻ കാണിച്ചില്ല. പകുതിയും പുള്ളിയുടെ ശരീരം ബാക്കി കിടക്കുന്നത് പുല്ലിനിടയ്ക്കാണ്. നല്ല നീളമുണ്ട് ആൾക്ക്, കണ്ടോ. അപ്പോൾ അദ്ദേഹം എന്തോ കഴിച്ചിട്ട് കിടക്കുക, അതുകൊണ്ടാണ് അദ്ദേഹം പതുക്കെ അങ്ങോട്ട് നീങ്ങിപ്പോകുന്നത്. അയ്യവ, അവൻ്റെ ഒരു രാജകീയമായ പോക്ക്. ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസാണിത്. ഇതുകൊണ്ടോ അതിന് ചുറ്റും കിടങ്ങ് കുഴിച്ചിരിക്കുക. മൃഗങ്ങളുടെ ശല്യം കാരണം അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കിടങ്ങും ഫെൻസിങ്ങും മാത്രമേ ഉള്ളൂ രക്ഷ. ദാഹം തുടങ്ങി. ഞങ്ങളുടെ കയ്യിലുള്ള നാരങ്ങയും ഉപ്പുമൊക്കെ എടുത്തിട്ടൊരു ഉപ്പിട്ട് നാരങ്ങാവളമാണ് ഞങ്ങൾ റെഡിയാക്കുന്നത്. നമ്മുടെ രൂപേഷ് സ്വാമിയാണ് അതിൻ്റെ മെയിൻ ആൾ. ഗോപാൽ സ്വാമി നാരങ്ങ മുറിച്ച് കൊടുക്കുന്നു. രൂപേഷ് സ്വാമി ആ നാരങ്ങ കുപ്പിയിലേക്ക് പിഴിഞ്ഞൊഴിക്കാൻ ഇല വെച്ചിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വളരെ കലാപരമായിട്ടാണ് നാരങ്ങ വെള്ളം റെഡിയാക്കുന്നത്. നമ്മുടെ യാത്രയിൽ നമ്മുടെ എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞ സാധനം ഇതാ. നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. അതാണോ ചെറുത്? അതുപോലെ അവർക്ക് വർഷം ശേഖരിക്കപ്പെടും. കിട്ടുന്ന കാട്. ഈ പട്ട കൂടുതലായിരിക്കും. ഇതൊരു മരമാണ്. ആ നടപ്പാതയുടെ ഭാഗം മാത്രം ഫോറസ്റ്റുകാർ വെട്ടി മാറ്റിയിട്ടുണ്ട് നമുക്ക് നടന്നു പോകാൻ. ഇത് പക്ഷേ ഇപ്പോഴെങ്ങും വീണ മരമല്ല, വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു മരമാണ്. അതിൻ്റെ വലിപ്പം, അതിൻ്റെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്നിട്ട് ഒരാളുടെ അത്രയും തന്നെയുണ്ട് പൊക്കം. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം എത്രത്തോളം അതൊന്ന് ഊഹിച്ച് നോക്കി. അതിൻ്റെ ബാക്കി ഭാഗം കാട്ടിനുള്ളിലേക്കാണ് കിടക്കുന്നത്. അതെ. ഓ, നടന്നു വരുന്ന വഴിയിൽ ഇത്തരം ചെറിയ അരുവികൾ നല്ല കാലിന് ഭയങ്കര ആശ്വാസം തരുന്നൊരു കാര്യമാണ്. നമ്മുടെ കാലൊക്കെ ചൂടായിട്ടിരിക്കുകയായിരിക്കും. ഈ തണുത്ത വെള്ളത്തിൽ കാല് മുക്കുമ്പോൾ അവനൊന്നുകൂടെ റിഫ്രഷ് ആവും. കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നടക്കാനുള്ള ഒരു എനർജി കൂടുതൽ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യും. സൂര്യൻ താഴ്ന്നു തുടങ്ങി അല്ലേ? നേരെ ഏകദേശം സമയം കറക്റ്റ് 2. ഈ ഭാഗം വന്നപ്പോൾ പെട്ടെന്ന് പ്രകൃതി ഒന്ന് മാറി. കാരണം ഇവിടെ ഒരുപാട് പക്ഷികളുള്ള ഒരു ഏരിയ ആണത്. നിങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കാം. ചുറ്റും ചെറിയ കിളികളാണ്. ഈ ചെറിയ മരത്തേലും വള്ളികളിലൊക്കെ അവരിരുന്ന് ഇങ്ങനെ പാട്ടുപാടി ഉല്ലസിച്ചിരിക്കുക.
അവരെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പല സ്ഥലത്തും നോക്കി, പക്ഷെ കാണുന്നില്ല. ചെറിയ 1-2 കണ്ടു, പക്ഷേ വളരെ അടുത്തവരുടെ ശബ്ദം കേൾക്കാം. നമ്മുടെ മൊബൈൽ ഫോണിനൊരു പരിമിതി ഉള്ളതുകൊണ്ട് സൂം ചെയ്തെടുക്കാനും പറ്റില്ല. പിന്നെ കാടായതുകൊണ്ട് അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് വളരെ എത്ര വേഗം നമുക്ക് നടന്ന് നീങ്ങാൻ പറ്റുമോ ഒരു സ്ഥലത്ത് നിന്ന് അത്രയും വേഗം നമ്മൾ അവിടുന്ന് നടന്ന് നീങ്ങും. അങ്ങനെ നമ്മൾ പുതുച്ചേരിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഇന്ന് വിരി വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 2:30 നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇടയ്ക്ക് അവിടുന്ന് ചെറുതായിട്ടൊരു സ്നാക്സൊക്കെ കഴിച്ചേ ഉള്ളൂ. പുതുച്ചേരി വന്നു, നമ്മൾ വിരി വെച്ചു. നേരെ കുളി. ഈ അരുവിൽ വന്നിട്ട് നല്ല വെള്ളമാണ്, നല്ല കണ്ണുനീര് പോലെ എന്ന് പറയില്ലേ, കണ്ടോ. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു, കഞ്ഞി കുടിച്ച് ഉഷാറായി. ഇപ്പോൾ 4 മണിയായ സമയം. ഇപ്പോൾ തന്നെ ഇവിടെ ഇരുട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ മഞ്ഞുണ്ട്. വേറെയും കുറേ സാമാർ വന്ന് ചേർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2-ാം ദിവസം രാവിലെ 7:30 തന്നെ യാത്ര തുടങ്ങി. ആ മല കടന്ന് വേണം നമുക്കപ്പുറം പോകാനായിട്ട്. അതാണ് കരിമല. അപ്പം നമ്മളുള്ളത് കരിമല അടിവാരത്തിലാണ്. ഈ കാട്ടിൽ കൂടെ നടന്ന് കരിമല നമ്മൾ കയറി ഇറങ്ങണം. ഇതാണ് നമ്മൾ ഇന്നലെ കുളിച്ച പുഴ. ഇപ്പോൾ അത്യാവശ്യം അയ്യപ്പന്മാരൊക്കെ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ നമ്മൾ വരുമ്പോൾ വളരെ ആളുകൾ കുറവായിരുന്നു. വീണ്ടും അടുത്ത കാട്ടിലേക്ക് കടക്കുകയാണ്. കരിമല അടിവാരത്തിൽ നിന്ന് കരിമലയിലേക്കുള്ള കയറ്റം. ഇനി കുറച്ച് ദൂരം ആനകളുടെ വളരെ ശല്യം കൂടിയ ഒരു പ്രദേശമാണ്. ഏത് സമയത്തും കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പോകുമ്പോൾ സാധാരണ ഉച്ചത്തിൽ ശരണം വിളിച്ചാണ് പോകാറുള്ളത്. സമയം എത്രയാ സ്വാമി ഒന്ന് പറഞ്ഞാല്? സമയം 8:10. 7 മണി പറഞ്ഞാൽ നമ്മള് പോട്ടെ. 1 മണിക്കൂർ മുന്നോട്ടും പറയാം, നമ്മുടെ രക്തത്തിലുള്ള അല്ലേ. അയ്യപ്പോ സ്വാമിയേ, അയ്യപ്പ ശരണം, സ്വാമി ശരണം, അയ്യപ്പ അയ്യപ്പോ 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 സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ ദേവിയേ ദേവനേ ദേവനേ ദേവിയേ ഈശ്വരനേ ഈശ്വരിയേ ഈശ്വരിയേ ഈശ്വരനേ ഈശ്വരിയേ ഈശ്വരനേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ ശബരിമലയ്ക്ക് ശബരിമലയ്ക്ക് സ്വാമിയെ കാണാൻ സ്വാമിയെ കാണാൻ. ആക്ച്വലി കരിയിലാന്തോട്. ആ കരിയിലാന്തോട് കരിയിലാന്തോട്. ഇവിടെ മുതൽ നമ്മൾ കരിമല കയറ്റം ആരംഭിക്കുകയാണ്.
ശരണമയ്യപ്പോ ശരണമയ്യപ്പോ കല്ലിടാങ്കുന്നേ ശരണമയ്യപ്പോ തിരുപ്പാറക്കോട്ടേ ശരണമയ്യപ്പോ പുക്കുഴി വാസനേ ശരണമയ്യപ്പോ പുതുശ്ശേരി വാസനേ ശരണമയ്യപ്പോ കരിലാന്തോട് വാസനേ ശരണമയ്യപ്പോ അയ്യോ കേട്ടോ പോരാ വരാൻ തരാം ഫസ്റ്റിലിട്ടോളം പറ ഗിയർ നമ്മുടെ മുന്നിലും പുറകിലും കാര്യമില്ല കേട്ടോ ആ പുറയില്ല കേട്ടോ അവിടുന്ന് വെയിറ്റ് ചെയ്തു. നമ്മളിപ്പോൾ കൊടുങ്കാടിന് നടുക്ക് തന്നെ എന്ന് പറയാം. കണ്ടോ ഈ മരത്തിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ. ഇവിടെ ഈ പ്രകൃതിയുടെ ശബ്ദമല്ലാതെ വേറെ ഒന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. സീസൺ സമയത്താണെങ്കിൽ മറ്റ് സ്വാമിമാരുടെ ശരണം വിളി കേൾക്കാം. ഇപ്പോൾ അതുമില്ല. ഞങ്ങൾക്ക് മുന്നേ പോയ സ്വാമിമാർ ഒരുപാട് നേരത്തെ പോയവരാണ്. അതുകൊണ്ട് വേറെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഇത് കണ്ടോ മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് കടക്കാർ അവരുടെ സാധനങ്ങളെടുത്ത് മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് അഴിച്ച് താഴെ ഇറക്കി അവരിതുപോലെ കടയിലേക്ക് എടുക്കും. ശേഷം അതുപോലെ തന്നെ കെട്ടി വെക്കും. ദൂരം കൂടിയാൽ ഇങ്ങനെ പോവാം. ഇതാണ് ലാസ്റ്റ് ഗേറ്റ്. അല്ലല്ല ഇനിയും കിടക്കുക ഒന്നുമില്ല. ഒത്തിരിയില്ല, പകുതിയേ ഉള്ളൂ. പകുതി കൂടെ ഉണ്ട്. നമ്മൾ ടോപ്പിൽ അതിൽ പോലത്തെ ഉള്ളൊരു ഇതില്ല. കാരണം ഇനി നമ്മളൊരു 3:45 മണിക്കൂർ എടുക്കും. ഇപ്പോൾ സമയം 9:10. 10 മണിയാകുമ്പോഴത്തേക്ക് ആ 3/4 മണിക്കൂർ. നമ്മൾ അൺആതറൈസ്ഡ് സ്റ്റോപ്പ് ഒഴിവാക്കിയാണേ പറയുന്നത്. അതെ, ഇവിടൊക്കെ മകരവിളക്ക് സമയമാകുമ്പോൾ കടകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം നിലവിൽ കടകളൊന്നും വന്നിട്ടില്ല. അവരുടെ സാധനങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ മരത്തിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം മകരവിളക്കിനോടൊക്കെ അടുത്താണ് ഇവിടെ കട വന്നാൽ പിന്നെ അലമ്പോ കടകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ പല ഭാഗത്ത് നിന്നാലും മകര ജ്യോതി കാണാൻ സാധിക്കും. ആ സമയത്തൊക്കെ ഇവിടെയൊക്കെ നേരത്തെ വന്ന് സ്വാമിമാർ വീട്ടി വെച്ച് താമസിക്കാറുണ്ട്. ഇപ്പോൾ വേണ്ട, എന്നാ ഒക്കെ കുറച്ച് റെസ്റ്റ് ചെയ്ത് ഇത് കണ്ടോ പല വള്ളികൾ ചേർന്നുണ്ടായ ഒരു മരം. വള്ളികൾ ചേർന്നിട്ട് അതൊരു മരമായിരിക്കുകയാണ്. ഇപ്പുറത്തുനിന്ന് വന്ന വള്ളിയും അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതും ഇനിയും ഭാവിയിൽ ഇതുപോലെ തന്നെ ഒറ്റ മരമായിട്ട് മാറും. പ്രകൃതിയുടെ ഓരോ ലീലകൾ. ഇതൊരു സൈസിലെ കൂണാണ്. ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് കൂൺ. റേഞ്ച് വിട്ട് പോകുന്ന സംശയം. ഒരു ചെവി ഞാൻ അവർക്ക് കൊടുത്തു. മേടിച്ചെന്നാലും സന്തോഷമാണ് പിള്ളേർക്ക്. നല്ല ചിരിങ്കളി. അപ്പോൾ അങ്ങനെ കരിമല മുകളിലെത്തി. അവിടാണ് ഗുരുസ്വാമിയുടെ എൻട്രി. വാവ്, സൂപ്പർ കാറ്റ്. നമ്മൾ ഏകദേശം കരിമലയുടെ മുകളിലെത്താറായിട്ടുണ്ട്. മുകളിലെത്തിയെന്ന് തന്നെ വേണം പറയാം. ഇവിടെ ഒരു കിണറുണ്ട്. ഇത്രയും
ഈ മലയുടെ മുകളിലായിട്ട് ഈ കിണറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും ഇതിൽ വെള്ളം ഉണ്ടെന്നുള്ളതാണ്. ഒരിക്കലും ഈ വെള്ളം വറ്റാറില്ല എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇറങ്ങി ശുദ്ധമായ വെള്ളമാണ്. ഇവിടെ നിന്നുള്ള എല്ലാവരും കുടിക്കാനെടുക്കുന്നത് ഈ വെള്ളമാണ്. പാറയാണ്, പാറയ്ക്കകത്താണ് ഈ വെള്ളം വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് പാറ കൊണ്ട് തന്നെ കയറിയിരിക്കുകയാണ്. ആളുകൾ ഇതെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. ഇവരിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് എടുക്കുന്നത്. ഞങ്ങളെല്ലാവരും കുടിച്ചു. നമ്മൾ കയറി വന്നതിൻ്റെ സകല ക്ഷീണവും ആ വെള്ളത്തെ മാറി. അങ്ങനെ നമ്മൾ വീണ്ടും കരിമല ഇറക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കയറ്റം പോലല്ല, ഇറക്കമെന്ന് പറഞ്ഞത് കുറച്ചുകൂടെ ടഫാണ്. ആരംഭിച്ചിരിക്കുകയാണ്. മനോഹരമായ കാറ്റ്. കുളിർമ. ഇവിടെ നിന്ന് മരം കേട്ടോ അങ്ങോട്ട് പടന്നത്. പാറ ഉൾപ്പെടെ പടത്തി അവൻ. ഈ ചേട്ടന്മാർ അവിടെ നിന്ന് ചേട്ടന്മാർ കട്ട് ചെയ്യുന്നവരാന്ന് തോന്നുന്നു. പെട്രോളൊക്കെ ഉണ്ടായിരുന്നു. സൈഡ് കൊടുക്കണം. ഫോറസ്റ്റ് ചേട്ടൻ ഞാൻ ഉദ്ദേശിച്ച സ്ഥലം ഏതാണ്ടായി വരുന്നു. പിള്ളേരെ ചതിച്ചിട്ടുണ്ട്. ചതിച്ചോ? മനസ്സാ ചതിച്ചു. തീർത്ഥാടനത്തിന് വിഘ്നം. ശബ്ദമലിനീകരണം പല വലിയ ആനവട്ടം താവളം എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 3 കിലോമീറ്റർ പമ്പയ്ക്ക്. ഇപ്പോൾ ഉള്ള വഴി കുറച്ച് ഇടുങ്ങിയ വഴിയാണ്. അതിൻ്റെ താഴോട്ട് ശരിക്കും പറഞ്ഞാൽ കൊക്കയെന്ന് വേണം പറയാം. നമ്മളിവിടുന്ന് ഇടത് ഭാഗത്തേക്ക് വീണ് കഴിഞ്ഞാൽ എവിടെ എത്തുമെന്ന് യാതൊരു നിശ്ചയമില്ല. അതേപോലെ താഴോട്ട് കൊക്കയാണ്. മരങ്ങളുടെയൊക്കെ മുകൾ ഭാഗം മാത്രമാണ് നമ്മളീ കാണുന്നത്. നേരത്തെ ഇവിടെ ഇരുമ്പ് റോപ്പുണ്ടായിരുന്നു. അതിൽ പിടിച്ചായിരുന്നു താഴേക്ക് ഇറങ്ങിയിരുന്നത്. അതിലൂടെ ഇതുകൊണ്ട് ഈ പാറ നാട്ടിയിരിക്കുന്ന കുറ്റികൾ ആ റോപ്പിൻ്റെ കുറ്റികളായിരുന്നു. ഇതിൽ കണക്ട് ചെയ്തിട്ട് റോപ്പ് താഴേക്കുണ്ടായിരുന്നു. അതൊരു കൈവിരിയായിട്ട് പിടിച്ചുകൊണ്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം ആനകളൊക്കെ ഒന്ന് നശിപ്പിച്ച് പോയിട്ട് ടാസ്ക്കാണ് ഈ സ്റ്റെപ്പ്. പാനി അടിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അങ്ങോട്ടിരിക്കാം.
പിള്ളേരെടുത്ത് കാണും. വീണ്ടും ആനകൾ ഒരുപാട് ഇറങ്ങുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതൊരു ആനത്താരയാണ്. കാരണം നമ്മളിപ്പോൾ പോകുന്ന വഴിയുടെ നേരെ വലതു ഭാഗം എന്ന് പറഞ്ഞ് പമ്പയാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇടത് ഭാഗം മലയുടെ ചെരുവാണ്. അപ്പോൾ ഈ ഇടത് ഭാഗത്തു നിന്ന് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഈ വഴിയാണ് താഴേക്ക് ഇറങ്ങുന്നത്. കണ്ടോ, ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നിന്നൊരു ആന ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടും ഓടാൻ പറ്റില്ല. താഴേക്ക് പമ്പയാറാണ്, അങ്ങോട്ട് ചാടാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആനകളുടെ ആക്രമണങ്ങൾ ഈ വിഭാഗത്താണ് കൂടുതലായിട്ടുള്ളത്. അവരിങ്ങനെ ഈ സൈഡിൽ നിൽക്കും, ആളുകൾ പോകുമ്പം അവന്മാർ തുമ്പിക്കേക്ക് അടിച്ചിടും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് പമ്പയാറാണ് ഈ കാണുന്നത്. നമ്മളിപ്പം നിൽക്കുന്ന പോയിൻ്റാണ് ഈ കാണിക്കുന്നത്. വലിയ ആനവട്ടത്തിൽ നമ്മളുള്ള സ്ഥലമാണ് ഈ കാണിക്കുന്നത്. 1 കിലോമീറ്റർ. ഇപ്പോൾ നമ്മൾ പമ്പയാറിൻ്റെ തീരത്തെത്തിയെന്ന് തന്നെ വേണം പറയാം. ഞങ്ങളെന്തായാലും തിരക്കിലേക്ക് പോകാതെ പമ്പയാറിൻ്റെ ഈ ഭാഗത്ത് തന്നെ വിരിവെച്ചിട്ട് ഇവിടെ കുളിക്കാനുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ആറ് കാണിച്ചു തരാം. വളരെ തിരക്ക് കുറവാണ് ഇവിടെ. ഒരു ചെറിയ ഗ്രൂപ്പ് സ്വാമിമാർ ആ ഭാഗത്ത് വന്നിരിപ്പുണ്ട്. അതല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല. പക്ഷേ സീസൺ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ആൾ കൂടും. അങ്ങനെ നമ്മൾ കുളി കഴിഞ്ഞു. ഇനി ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 3 മണിയായിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം പതിയെ മലകയറ്റം ആരംഭിക്കണം. നമ്മളിപ്പോൾ ചെറിയാനവട്ടം എത്തി. അങ്ങനെ നമ്മുടെ കാനനപാത ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പമ്പ ഗണപതിയുടെ നടയിലേക്കാണ് ചെല്ലാൻ പോകുന്നത്. ഇതാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള തുടക്കം. ഇവിടെ നിന്നാണ് നമ്മൾ മലകയറ്റം ആരംഭിക്കുന്നത്. അല്ല നടങ്ങാൻ തടഞ്ഞിട്ട് എനിക്ക് സംശയമുണ്ട്. മണ്ഡലകാലം തുടക്കമായതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്ക് കാണുന്നില്ല. നമ്മൾ നടപ്പന്തൽ കയറിയിട്ടുണ്ട്. അങ്ങനെ നടന്ന് സന്നിധാനത്തിൻ്റെ അടുത്ത് വരെ ഏകദേശം എത്തി. ഇതാ ഇപ്പോൾ നമ്മൾ സന്നിധാനത്തിന് മുമ്പിലാണുള്ളത്. ഈ ആലിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് 18-ാം പടി സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും നല്ലൊരു മണ്ഡലകാലം നേരുന്നു. സ്വാമി ശരണമയ്യപ്പ.